നീ എന്ത് പറഞ്ഞാ പോന്നെ പുറത്തിയാടിയത്? ഞാൻ അമ്പലത്തിൽ പോവാണ്. അവിടെ വായനയുണ്ട്, പ്രസാദ് കിട്ടുന്നതായിരുന്നു. എങ്ങനെ ചാടാനാ വീട്ടിൽ? എനിക്ക് കാലുവേദനയുണ്ട്, മുട്ടുവേദന. അപ്പൊ അതിനൊരു ഉഴിച്ചിൽ നടത്തിയിട്ട് വരാൻ കുറെ നേരം പിടിക്കുന്നൊക്കെ പറഞ്ഞു. അല്ലാണ്ട് എങ്ങനെയാണ് നമുക്ക് ഇത് നമ്മുടെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടക്കണ്ടേ? ഈ ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് മാത്രമുള്ളതല്ലല്ലോ. നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യുക. അതാണ് നമ്മൾ ഇങ്ങനെ മറ്റുള്ളവർ നമ്മളെ കൊണ്ടുപോകുന്നു പറഞ്ഞത്. ഈ ഭർത്താക്കന്മാർക്കും പിള്ളേർക്കും അവരുടേതായ പാർട്ടി ഉണ്ട്, അവരുടെ പിള്ളേരുടെ ന്യൂജൻ പാർട്ടി ഉണ്ട്. നമുക്ക് ഇത് വല്ലതും ഓരോ കാര്യങ്ങൾ. അതെ അതെ, അവര് നമ്മളിവിടെ അടുക്കളപ്പുറത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ജീവി ഉണ്ടെന്ന് അവർക്കും ഒരു ഓർമ്മയില്ല. അപ്പൊ നമ്മൾ തന്നെ ഓരോ സൂത്രം കണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് സന്തോഷിക്കാം. നമുക്ക് ഇനിയിപ്പോ ഇതൊക്കെ തന്നെയല്ലേ പറ്റുള്ളൂ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, അത് ഇതൊക്കെ. എന്തായാലും ഞാനിങ്ങനെ കുറേശ്ശെ വീട്ടുകാരതിനൊക്കെ തരുന്ന പൈസയൊക്കെ കുറേശ്ശെ അതൊക്കെ സൂക്ഷിച്ചു വയ്ക്കും. മാസം നമുക്കിങ്ങനെ പോവാന്നേ. അതന്നെ, ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ചാടി പുറത്തേക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ മോൻ.